അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൈലം ഒണൈക്കോഫോറ. സോ ഫൈലം ഒണൈക്കോഫോറയുടെ ജനറൽ ക്യാരക്ടേഴ്സ്, ജനറൽ ഫീച്ചേഴ്സ്, ഈ ഫൈലം ഒണൈക്കോഫോറയിൽ വരുന്ന ഒരു ഓർഗാനിസമായിട്ടുള്ള പെരിപാറ്റസ് എന്ന് പറയുന്ന ഒരു വേമിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫൈലം ഒണൈക്കോഫോറയുടെ ജനറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ദ ജനറൽ ഫീച്ചേഴ്സ്. അപ്പം ഈ ഒരു ജനറൽ ഫീച്ചേഴ്സ് തന്നെ ആയിരിക്കും നമ്മളുടെ എക്സാമ്പിൾ ആയിട്ടുള്ള പെരിപാറ്റസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ജനറൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഓർഗാനിസംസ് എന്ന് പറയുന്നത് അതിനൊരു ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി എല്ലാം കാണും. നമ്മൾ എന്തിൻ്റെ ബേസിലാണ് അവരെ ഇങ്ങനെ തരം തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോമൺ ക്യാരക്ടേഴ്സ് വെച്ചിട്ട്. സോ ഫൈലം ഒണൈക്കോഫോറയ്ക്ക് കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ വരുന്ന ഓരോ സ്പീഷീസിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ക്യാരക്ടേഴ്സും കാണും. അപ്പം ഈ ഒരു ജനറൽ ഫീച്ചേഴ്സ് നമ്മുടെ ഫൈലം ഒണൈക്കോഫോറയിൽ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും പെരിപാറ്റസ് എന്ന് പറയുന്ന എക്സാമ്പിളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ പെരിപാറ്റസിൻ്റെ ക്യാരക്ടേഴ്സും സെയിം ആയിരിക്കും, എക്സെപ്റ്റ് ഒരു 2-3 അഡീഷണൽ ക്യാരക്ടേഴ്സ് പെരിപാറ്റസിന് കാണും. സോ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കുറച്ചും കൂടെ ഈസി ആയിരിക്കും. സോ ദ ജനറൽ ഫീച്ചേഴ്സ് എന്താണ് ഈ ഒരു ഫൈലം ഒണൈക്കോഫോറയുടെ ജനറൽ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. സോ അതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ദേ ആർ വെൽവെറ്റ് വേംസ് അല്ലെങ്കിൽ വാക്കിംഗ് വേംസ് എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 110ഓളം സ്പീഷീസ് ഫൈലം ഒണൈക്കോഫോറയിൽ വരുന്ന 110ഓളം സ്പീഷീസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ റീജിയൻ, ടെമ്പറേറ്റ് റീജിയൻ, കുറച്ച് ഹീറ്റ് അധികമായിട്ടുള്ള ഇടങ്ങളിൽ ആണ് ഇത് കാണപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹീറ്റുള്ള റീജിയൻ അല്ല, ഒരു മോഡറേറ്റ് ടെമ്പറേറ്റ് റീജിയനിലായിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് ദേ ആർ നൊക്ടേണൽ ആനിമൽസ്. രാത്രികാലങ്ങളിൽ അതിൻ്റെ ആക്റ്റീവ് പീരീഡ് ആയിട്ടുള്ള ആനിമൽസിനെയാണ് നമ്മൾ നൊക്ടേണൽ ആനിമൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ പ്രിഫർ ഹ്യൂമിഡ് ആൻഡ് ഡാർക്ക് കണ്ടീഷൻസ്, ഡാർക്ക് ഹാബിറ്റാറ്റ്, അതായത് കുറച്ച് ഹ്യൂമിഡിറ്റി കൂടുതലായിട്ടുള്ള, അതായത് ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇവരുടെ വാസം. അതായത് നമുക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലും അയ്യത്തും ഒക്കെ കാണുന്ന കരിയിലകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ആ ഒരു പോർഷനിലായിരിക്കും അവിടെ ഇരുട്ടുമായിരിക്കും. അതേപോലെ തന്നെ ഒരു ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞ ഒരു സ്ഥലമായിരിക്കും ആ ഒരു പ്രദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദേ ബിക്കം ഡോർമെൻ്റ് ഇൻ കോൾഡ് സീസൺ. ഈ കോൾഡ് സീസണിൽ അത് ഡോർമെൻ്റ് ആയിട്ട് കാണപ്പെടും. കാരണം ഡോർമൻസി എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റബോളിസത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഗ്രോത്തിനെയൊക്കെ അത് കൺട്രോൾ ചെയ്ത് വെക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഡോർമൻസി എന്ന് പറയുന്നത്. സോ ഡോർമൻസി എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ചില ഓർഗാനിസത്തിന് അഡാപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് കാണും. സോ ആ സമയത്ത് എന്ത് ചെയ്യും? സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സീസൺ കഴിയാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യും. സോ ദേ അണ്ടർഗോ ഡോർമൻസി. അപ്പോൾ ആ ഒരു ഡോർമൻസി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകാറാണ് പതിവ്. സോ ഈ വെൽവെറ്റ് ചില ആർത്രോപോഡ്സും ഉണ്ട്, ഇതുപോലെ വെൽവെറ്റ് ആർത്രോപോഡ്സും ഉണ്ട്. സോ ദേ ഗോൺ അണ്ടർ ഡോർമൻസി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ വന്നെങ്കിൽ മാത്രമേ അവരെന്താവത്തുള്ളൂ, വീണ്ടും ആക്റ്റീവായിട്ട് അവരുടെ കാര്യങ്ങളും മെറ്റബോളിസം ഒക്കെ നോക്കി നടത്തി അവർ ജീവിക്കത്തുള്ളൂ. So they become dormant in cold season and the body is triploblastic condition. So animal kingdത്തിൽ നമുക്കറിയാം ബോഡി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുത്തിയിരിക്കുന്നത് നമുക്കറിയാം. സോ ഔട്ടർ എക്ടോഡം, ഇന്നർ എൻഡോഡം, മിഡിൽ മീസോഡം കാണും. അങ്ങനെ 3 ലെയർ കാണും ആ ഒരു ഓർഗാനിസത്തിന്. സോ ഇവിടെ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസും ഉണ്ട്, ദെൻ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസും ഉണ്ട്. സോ നമ്മൾ ഈ ഒരു വെൽവെറ്റ് വേംസ് അല്ലെങ്കിൽ ഫൈലം ഒണൈക്കോഫോറയിൽ വരുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത് ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സിമ്മട്രി. ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, ബോഡി ഓർഗൻസിൻ്റെ അല്ലെങ്കിൽ ബോഡി പാർട്സിൻ്റെ അറേഞ്ച്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലൈക്ക് ഹ്യൂമൻസ് അല്ലെങ്കിൽ മറ്റ് ഹയർ ഓർഗാനിസത്തിനെ പോലെ തന്നെ നമ്മളുടെ ഈ ഒരു വെൽവെറ്റ് വേംസിൻ്റെയും സിമ്മട്രി എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമ്മട്രിയാണ്. സോ ബൈലാറ്ററൽ സിമ്മട്രി ഈസ് വാട്ട് വെൻ വി ഗെറ്റ് ഡിസെക്ട് ദ ആനിമൽ. ആ ആനിമലിനെ സെൻട്രലിൽ കൂടെ ഡിസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൈസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 ഈക്വൽ ഹാഫ്സ് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിനെ ബൈലാറ്ററൽ സിമ്മട്രി എന്ന് നമ്മൾ പറയും. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേ നമ്പർ ഓഫ് ഓർഗൻസ് ആയിരിക്കും, ഒരേ പോർഷൻ ഓഫ് ഓർഗൻസ് ആയിരിക്കും. സോ ദേ ആർ സെഗ്മെൻറ്റഡ്. നമ്മുടെ ആർത്രോപോഡ്സ്, ദെൻ അനലിഡ്സ് പോലൊക്കെ തന്നെ ഈ ഒരു ഒണൈക്കോഫോറൻസും അല്ലെങ്കിൽ ഫൈലം ഒണൈക്കോഫോറയിൽ വരുന്ന സ്പീഷീസും സെഗ്മെൻറ്റഡ് ആണ്. അതായത് ബോഡിയിൽ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് കാണപ്പെടുന്നുണ്ട്. ദെൻ ദ ബോഡി ഈസ് കവേർഡ് വിത്ത് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു നൈട്രോജനസ് ബേസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൈറ്റിൻ പോലുള്ള ഒരു എക്സോസ്കെൽട്ടൻ ലെയർ ആണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ എക്സോസ്കെൽട്ടൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ക്രാബിൻ്റെയും പ്രോണിൻ്റെയും ഒക്കെ ആ ഒരു എക്സോസ്കെൽട്ടൻ ലെയർ ആണ് ഈ ഒരു ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ആ ഒരു ക്യൂട്ടിക്കൽ, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിൻ ലെയറാണ്. ഒരു നൈട്രോജനസ് ബേസ് എന്ന് പറയുന്നത് വളരെ തിൻ ലെയറാണ്. ആ തിൻ ലെയർ രണ്ട് ലെയറായിട്ട് തിരിച്ചിട്ടുണ്ട്, എക്സോ ക്യൂട്ടിക്കിളും എൻഡോ ക്യൂട്ടിക്കിളും. എക്സോ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ലെയർ ആയിരിക്കും, എൻഡോ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഇൻസൈഡ് ലെയർ ആയിരിക്കും. അതായത് നമ്മുടെ വെൽവെറ്റ് വോംസിൻ്റെ വെളിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു കവറിങ്ങിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്പൻഡേജസിനെ പറ്റിയാണ് പറയുന്നത്. സോ ഹെഡ് കാണും, ട്രങ്ക് കാണും. ഹെഡിൽ 3 പെയർ ഓഫ് അപ്പൻഡേജസ് ഉണ്ട്, അതായത് ടോട്ടൽ 6 അപ്പൻഡേജസ് ഉണ്ട്. സോ 3 പെയർ ഓഫ് അപ്പൻഡേജസ് അറ്റ് പ്രസൻറ്റ്. ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് ഒരു പെയർ ഓഫ് സെൻസറി ആൻറ്റിന. ഒരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം. അപ്പം സെൻസറി ആൻറ്റിന കാണും. ആൻറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസേഷന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത് എ പെയർ ഓഫ് ഷാർപ്പ് മാൻഡിബിൾസ്. മാൻഡിബിൾസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ ഒരു ഫീഡിനെ, അതായത് അവർ ഭക്ഷിക്കുന്ന ആ ഒരു ഫീഡിനെ ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് മാൻഡിബിൾ യൂസ് ചെയ്യുന്നത്. ദെൻ എ പെയർ ഓഫ് ഓറൽ പാപ്പിലെ. മൗത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഓറൽ പാപ്പിലെ കാണും. പാപ്പിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ബഡ്സ് ആണ്, അല്ലെങ്കിൽ സെൻസേഷൻ ബഡ്സ് ആണ് പാപ്പിലെ എന്ന് പറയുന്നത്. സോ ആ ഒരു പാപ്പിലയിൽ എന്തുണ്ട്? ദർ ആർ സ്ലൈം ഗ്ലാൻഡ്. സ്ലൈം ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ സ്പെഷ്യൽ സബ്സ്റ്റൻസ് കോൾഡ് സ്ലൈം. സ്ലൈം എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻസ് അല്ലെങ്കിൽ മറ്റ് വേർട്ടിബ്രേറ്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവ പോലെ തന്നെയാണ് ഈ ഒരു സ്ലൈമിൻ്റെയും ആക്ടിവിറ്റി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സ്ലൈമ് പ്രോട്ടീനേഷ്യസ് ആയതുകൊണ്ട് തന്നെ ഡൈജഷന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. സോ ഈ ഒരു സ്ലൈം ഗ്ലാൻഡിൽ നിന്നും സ്ലൈം പ്രൊഡ്യൂസ് ചെയ്യും. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? ഓറൽ പാപ്പിലയിലാണ് കാണപ്പെടുന്നത്. സോ ദെൻ ദ ട്രങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡ് കഴിഞ്ഞുള്ള ഒരു പോർഷനാണ് ട്രങ്ക് എന്ന് പറയുന്നത്. ആ ട്രങ്കിൽ 13 തൊട്ട് 43 നമ്പേഴ്സ് ലോബോപോഡ് കാണും. ആ ലോബോപോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ അപ്പൻഡേജ് ആണ്, അതായത് നമ്മളുടെ മൂവ് ചെയ്യാനുള്ള ഈ ഒരു ഒണോക്കോഫോറയിലെ ആനിമൽസിന് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ലെഗ് ലൈക്ക് അപ്പൻഡേജസിനെയാണ് നമ്മൾ ലോബോപോഡ് എന്ന് പറയുന്നത്. പോഡിയ അല്ലെങ്കിൽ പോഡോ മീൻസ് ലെഗ്സ്. ഓക്കെ, സോ ആർത്രോപോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിൻറ്റഡ് അപ്പൻഡേജസ് എന്ന് പറയുന്ന പോലെ തന്നെ ലോബോപോഡ്സ്. ഓക്കെ, ഈ ലോബോപോഡ്സിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫ്രം 13 ആൻഡ് ഇറ്റ് എൻഡ്സ് ടു 43. 13 തൊട്ട് 43 നമ്പേഴ്സ് കാണും. മാത്രമല്ല ഇറ്റ് ഈസ് യൂണിറാമസ്. യൂണിറാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പ്രൊജക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. സോ ബൈറാമസ് എന്ന് പറയുമ്പം അതെന്താണ്? ഒരു മൾട്ടിപ്പിൾ പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ആയിട്ട് കാണപ്പെടും. അതിനെയാണ് ബൈറാമസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് സ്റ്റബി, ഫ്ലഷി ആൻഡ് കോണിക്കൽ. അതായത് കുറച്ച് സ്റ്റൗട്ടാണ്, കുറച്ച് വണ്ണം ഉള്ളതാണ്. അതിൻ്റെ ട്രങ്കിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ച് ഒരു ഫ്ലഷി ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. കോണിക്കൽ ഷേപ്പിലായിരിക്കും അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും. ദെൻ അൺജോയിൻറ്റഡ് ആയിരിക്കും, അതായത് ഒരു സിംഗിൾ ലെഗ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോബോപോഡ് എന്ന് പറയുന്നത്. ദെൻ ദ മെയിൽ പോസസ് ഫ്യൂവർ ദാൻ ഫീമെയിൽ. ഐ മീൻ ദ സൈസ്. ആ സൈസ് മെയിലിൻ്റെ സൈസ് ഫീമെയിലിനെക്കാട്ടിലും വളരെ കുറവായിരിക്കും. ദെൻ ലോബോപോഡ് എൻഡ് ഇൻ എ പെയർ ഓഫ് ക്ലോ. അതായത് ലോബോപോഡിൻ്റെ ഏറ്റവും അവസാനം ക്ലോ ലൈക്ക് സ്ട്രക്ചർ കാണും. ആ ക്ലോയും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ കൈറ്റിൻ ഈസ് എ നൈട്രോജനസ് ബേസ് സബ്സ്റ്റൻസസ് ആയിരിക്കും കൈറ്റിൻ എന്ന് പറയുന്നത്. സോ അതും വളരെ തിന്നായിരിക്കും. കൈറ്റിൻ എന്ന് പറഞ്ഞാലും വളരെ തിൻ ലെയർ ഓഫ് കൈറ്റിൻ ആയിരിക്കും കാണപ്പെടുന്നത്. ദെൻ ദ ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ ഹീമോസിൽ. ഹീമോസിൽ ഇസ് ഫിൽഡ് വിത്ത് ബ്ലഡ് ആയിരിക്കും. സോ ഹീമോസിൽ എന്ന് പറയുന്നത് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 2ആയിട്ട് തിരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ പെരികാർഡിയൽ സൈനസ് എന്നും പെരിവിസറൽ സൈനസ് എന്നും പറയുന്നത്. സോ ആ ഒരു അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലി ആയിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, വിച്ച് മീൻസ് ലെഫ്റ്റ് ടു റൈറ്റ്. ആ ഒരു കട്ടിങ്ങിനെയാണ് ഹൊറിസോണ്ടൽ കട്ടിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഹീമോസീൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 വിത്ത് സെപ്റ്റം അല്ലെങ്കിൽ ഡയഫ്രം. ഓക്കെ, അതിൽ അപ്പർ പൊസിഷനിൽ കാണപ്പെടുന്നതിനാണ് പെരികാർഡിയൽ സൈനസ് എന്ന് പറയുന്നത്. സോ ആ പെരികാർഡിയൽ സൈനസിലായിരിക്കും എന്തൊക്കെ കാണപ്പെടുന്നത്? ഹാർട്ട്, അതായത് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ മേജർ പോർഷനായിട്ടുള്ള ഹാർട്ട് കാണപ്പെടുന്നത്, മസ്കുലർ ട്യൂബും. ദെൻ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, വിച്ച് മീൻസ് അതിൽ കൂടുതൽ കാപ്പിലറീസ്, വെയിൻസും ഒന്നും കാണത്തില്ല. സോ ബ്ലഡ് എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോയിങ് ആയിരിക്കും. സോ ദെൻ പെരിവിസറൽ സൈനസ്. ഈ പെരിവിസറൽ സൈനസിലായിരിക്കും നമ്മളുടെ വിസറൽ ഓർഗൻസും മറ്റ് അബ്ഡോമിനൽ പാർട്സും കാണപ്പെടുന്നത്. സോ നെക്സ്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ട്യൂബുലാർ ആയിരിക്കും. ട്യൂബ്യൂൾസ് ഫോം ചെയ്തതായിരിക്കും. അതിൽ എയർ ഫിൽഡ് ട്രക്കി ആയിരിക്കും അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ക്ലംബി ആയിട്ടായിരിക്കും ഈ ഒരു ട്രക്കിയ കാണപ്പെടുന്നത്. ദെൻ ഇറ്റ് ഡെലിവർ ഓക്സിജൻ ഡയറക്ട്ലി ടു ദ ടിഷ്യൂസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ട്രക്കിയ ഓക്സിജനെ ഡെലിവർ ചെയ്യും. ദെൻ എക്സ്ക്രീറ്ററി സിസ്റ്റം, അതായത് അതിൻ്റെ എക്സ്ക്രീഷനെ റീപ്ലേസ് ചെയ്യുന്ന എക്സ്ക്രീഷനെ പ്രൊഡ്യൂസ് ചെയ്ത് പുറന്തള്ളിപ്പിക്കുന്ന ആ ഒരു
ഓർഗൻ എന്ന് പറയുന്നത് നെഫ്രിഡിയ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ആൻ എയർഡ് സാക്കേറ്റ്, അതായത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും ആ ഒരു നെഫ്രിഡിയ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഔട്ടർ നെഫ്രിഡിയോ ഫോർ, വിച്ച് മീൻസ് ഈ നെഫ്രിഡിയ എന്ന് പറയുന്നത്, നെഫ്രിഡിയയുടെ ആ ഒരു എൻഡ് എന്ന് പറയുന്നത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ കാണും. ആ സാക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് കണക്റ്റഡ് ടു ദ നെഫ്രിഡിയോ പോർ. ആ നെഫ്രിഡിയോ പോർ എന്നാണ്, ആ നെഫ്രിഡിയോ പോർ ആയിരിക്കും നമ്മളുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. എക്സ്ക്രീറ്റയെ വെളിയിലേക്ക് കളയാൻ ഉപയോഗിക്കുന്ന ഓപ്പണിംഗ് ആണ് നെഫ്രിഡിയോ പോർ. ആ നെഫ്രിഡിയോ പോർ എന്ന് പറയുന്നത് ഇറ്റ് ഓപ്പൺ ഔട്ട് ത്രൂ എ ഡക്റ്റ്, ഒരു ഡക്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാത്വേയിൽ കൂടെ ആയിരിക്കും ഈ ഒരു നെഫ്രിഡിയോ പോർ എന്ന് പറയുന്നത് വെളിയിലേക്ക് എക്സ്ക്രീറ്റയെ കളയുന്നത്. ഓക്കെ, ദെൻ ഫുഡ്സ് എന്ന് പറയുന്നത് സ്മോൾ ആർത്രോപോഡ്സ് ആയിരിക്കും. ചെറിയ ചെറിയ ആർത്രോപോഡ്സിനെ ആയിരിക്കും ഈ ഒരു ഒണൈക്കോഫോറൻസ് ഭക്ഷിക്കുന്നത്. അതുമാത്രമല്ല നെർവസ് സിസ്റ്റം, നമ്മൾ ആ ഒരു ഒണൈക്കോഫോറിൻ്റെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ കാണും, കണക്റ്റീവ്സ് കാണും, വെൻട്രൽ നെർവ് കോഡും കാണും. സോ ബ്രെയിനിൽ നിന്നായിരിക്കും ഈ ഒരു കണക്റ്റീവ്സും വെൻട്രൽ നെർവ് കോഡും എന്നാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ദ ഐസ് ആൻഡ് സെൻസിലെ ആർ ദ സെൻസറി ഓർഗൻ. ഐസും സെൻസിലയും ആയിരിക്കും സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത്. സെൻസിലെ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ സർഫസിലായിരിക്കും കാണപ്പെടുന്നത്. ദെൻ ദ ബോഡി ഈസ് കവേർഡ് വിത്ത് പാപ്പിലെ. ഓറൽ പാപ്പിലെ എന്ന് പറയുന്നത് മൗത്തിൻ്റെ പൊസിഷനിലായിരിക്കും കാണപ്പെടുന്നത്. സോ ഇവിടെ ഈസ് കവേർഡ് വിത്ത് നോർമൽ പാപ്പിലെ, അത് സെൻസറി ഫംഗ്ഷൻ ആയിരിക്കും ഈ ഒരു പാപ്പിലേക്ക്. ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് സ്കെയിൽസ്, ചെറിയ സ്കെയിൽസ്, അതാണ് അതിൻ്റെ എക്സോസ്കെൽട്ടൺ എന്ന് പറയുന്നത്. സോ സ്കെയിൽസ് കൊണ്ടായിരിക്കും കവേർഡ് ചെയ്തിരിക്കുന്നത്. മൈന്യൂട്ട് അല്ലെങ്കിൽ തിൻ സ്കെയിൽസ് ആയിരിക്കും. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ലാർജ് പാപ്പിലെ ബിയേഴ്സ് എ മെക്കാനോ റിസെപ്റ്റീവ് ബ്രിസിൽസ്. ഓക്കെ, അപ്പം ലാർജ് പാപ്പിലെ എന്ന് പറയുന്നത് ഇറ്റ് റിസീവ്സ് എന്താണ്, ലൈറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു ലാർജ് പാപ്പിലേക്ക് കാണപ്പെടുന്നുണ്ട്. സോ ഓൾറെഡി ആ ഒരു എന്താണ് ജനറൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ദ ലീവ് അണ്ടർ ഡാർക്ക് ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ മോയ്സ്റ്റ് ഹാബിറ്റാറ്റ്. അപ്പം മോയ്സ്റ്റ് ഹാബിറ്റാറ്റ് കൂടുതൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈറ്റ് റിസെപ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മറ്റ് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാപ്പിലെ ഇതിൻ്റെ ഔട്ടർ സർഫസിൽ കാണപ്പെടും. ദെൻ ദ അപ്പൻഡേജ്, അതിൻ്റെ അപ്പൻഡേജിനെയാണ് മോട്ടൈൽ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു അപ്പൻഡേജിനെയാണ് ലോബോപോഡ് എന്ന് പറയുന്നത്. ഈച്ച് ലോബോപോഡ് ക്യാരീസ് ന്യൂമറസ് സെൻസറി പാപ്പിലെ. ആ ഓരോ ലോബോപോഡിലും ഒരു സെഗ്മെൻറ്റിൽ ഒരു പെയർ ഓഫ് ലോബോപോഡ് ആയിരിക്കും കാണുന്നത്. സോ ആ ഓരോ ലോബോപോഡിലും നിറയെ സെൻസറി പാപ്പിലേസ് കാണപ്പെടുന്നുണ്ട്. സോ ആ സർഫസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു സെൻസറി പാപ്പില യൂസ് ചെയ്യുന്നത്. സോ ദ സെക്സസ് ആർ സെപ്പറേറ്റ്, അതായത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്. മെയിൽ എന്ന് പറയുന്നത് യൂഷ്വലി ഫീമെയിലിനെക്കാട്ടിലും സ്മോളർ ആയിരിക്കും. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഇൻറ്റേർണൽ ആയിരിക്കും. മേറ്റിംഗ് നടന്ന് ഇൻറ്റേർണലി ആയിരിക്കും ഗ്യാമേറ്റ്സ് ഉപയോഗിച്ച് ഫെർട്ടിലൈസേഷൻ നടത്തുന്നത്. ആൻഡ് പേരൻ്റൽ കെയർ കാണും, അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ ആ ഒരു ഫീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആ ഒരു മദർ എന്ന് പറയുന്നത് ഷോക്കേസ് ചെയ്യും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ദേ ആർ ലെസിത്തോട്രോപ്സ്, അതായത് മാക്സിമം യോക്കിൽ നിന്ന് അതിൻ്റെ ഗ്രോത്തിനും സർവൈവലിനും വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ ലഭിക്കുന്നുണ്ട്. സോ ദ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആ മാക്സിമം യോക്കിനെ ബേസ് ചെയ്തായിരിക്കും. സോ ഫൈലം ഒണൈക്കോഫോറിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ പെരിപാറ്റസ് ആണ്. ദേ ആർ ഓൾസോ കോൾഡ് വെൽവെറ്റ് വേംസ് എന്നാണ് പറയുന്നത്. സോ ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. സോ ഫസ്റ്റ് ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻറ്റിനെ കാണാൻ പറ്റും. അത് മാത്രമല്ല എന്താണ് ആ ഒരു ലോബോപോഡ് നമുക്ക് കാണാൻ പറ്റും. ലോബോപോഡ് എങ്ങനെയാണ് ഇരിക്കുന്നത്? സോ ലോബോപോഡ് എന്ന് പറയുന്നത് ഒരു കോണിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. സ്റ്റൗട്ടാണ്, നമുക്കതിൽ നിന്ന് ക്ലിയർ ആണ്. ദെൻ അതിൻ്റെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ അറിയാം സെഗ്മെൻറ്റഡ് ആയിട്ടായിരിക്കും, ലൈറ്റ് സെഗ്മെൻറ്റഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. പക്ഷേ അത് ട്രൂ സെഗ്മെൻറ്റഡ് അല്ല, വിച്ച് മീൻസ് നമ്മളുടെ ആ ഒരു ആർത്രോപോഡ്സ് അല്ലെങ്കിൽ അനലിഡ്സ് സെപ്പറേറ്റ് ചെയ്ത പോലെ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് അല്ല ആ ഒരു സെഗ്മെൻറ്റ്. ഓരോ സെഗ്മെൻറ്റിലും നമ്മളുടെ ഈ ഒരു പെരിപാറ്റസിൻ്റെ ലെഗ്സ് ലോബോപോഡ്സ് കാണാൻ പറ്റുന്നതാണ്. ദെൻ ദർ ഈസ് നോ ഡിസ്റ്റിങ്ക്റ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ ഹെഡ് ആൻഡ് ട്രങ്ക്. ഹെഡിലും ട്രങ്കിലും തമ്മിൽ ഒരു വ്യത്യാസം നമുക്കിവിടെ അറിയാൻ പറ്റുന്നില്ല, കാരണം ഹെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ട്രങ്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ അത് ഈ ഒരു പെരിപാറ്റസിൻ്റെ ഒരു ജനറലായിട്ടുള്ള ഒരു ഫീച്ചറാണ്. സോ നമ്മളിപ്പം ഫൈലം ഒണൈക്കോഫോറയുടെ ജനറൽ ഫീച്ചേഴ്സ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു പെരിപാറ്റസിൻ്റെ ജനറൽ ഫീച്ചേഴ്സും. കാരണം ഈ പെരിപാറ്റസ് കംസ് അണ്ടർ ദ ഫൈലം ഒണൈക്കോഫോറ. മാത്രമല്ല ഇതിൻ്റെ ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു ജനറൽ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു
പെരിപാറ്റസിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. മാത്രമല്ല ഈ ഒരു പെരിപാറ്റസിൻ്റെ 2-3 ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചറാണ് ഈ ഒരു ഹെഡിനും ട്രങ്കിനും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഇല്ലാത്തത്. സോ അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നൊക്ടേണൽ ആണ്, രാത്രികാലങ്ങളിലായിരിക്കും അതിൻ്റെ ആക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. മോയിസ്റ്റ് ഷേഡി റീജിയനിലായിരിക്കും അത് താമസിക്കുന്നത്. ചെറിയ ചെറിയ ഇൻസെക്റ്റിനെ ആന്ത്രോപോഡിനെ ആയിരിക്കും ഭക്ഷിക്കുക. ഗോണോകോറിക് സെക്സസ് സെപ്പറേറ്റ് ആണ്. ബോഡി സോഫ്റ്റ് ആയിരിക്കും, ഇലോങ്ങേറ്റഡ് ബോഡി ആയിരിക്കും, വേർമിഫോം ആയിരിക്കും, വേം ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. മാത്രമല്ല ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെഗ്മെൻറ്റഡ്. ഇത് നമ്മൾ നോക്കിയ കാര്യങ്ങളാണ്. സോ ഈ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിസ്റ്റിങ്ക്റ്റ്, അതായത് ഒരു സെപ്പറേറ്റ് സെപ്റ്റം ഉപയോഗിച്ച് ആ ഒരു സെഗ്മെൻറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ദെൻ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 4 to 15 സെൻറ്റിമീറ്റർ ലെങ്ത് ആയിരിക്കും സൈസ്. സോ ഈ ഒരു ഇമേജിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പെരിപാറ്റസിൻ്റെ ഓവറോൾ സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ പറ്റും. സോ ദർ ഈസ് ആൻ ഓറൽ പാപ്പിലെ മൗത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടും. പ്രീ ആൻറ്റിന ഉണ്ട്. പ്രീ ആൻറ്റിന സെൻസറി ഇൻ ഫംഗ്ഷൻ ആയിരിക്കും. പ്രീ ആൻറ്റിന ഈസ് നോട്ട് സെഗ്മെൻറ്റഡ്. പ്രീ ആൻറ്റിനയുടെ തൊട്ട് പുറകിലായിട്ട് ലാറ്ററൽ സൈഡിൽ നമുക്ക് ഐ കാണാൻ പറ്റും. ദെൻ ദ ബോഡിയിൽ കാണാൻ പറ്റും സെഗ്മെൻറ്റഡ് ആണ്. ഓരോ സെഗ്മെൻറ്റിലും നമ്മൾ എന്തുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ലോബോപോഡ് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഫൈനലി ഏനസ് ഉണ്ട്. ഈ ലോബോപോഡിൻ്റെ അറ്റത്ത് ദർ ഈസ് എ ക്ലോ, അതും ഒരു കൈറ്റിനസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു ക്ലോസ് നമുക്ക് കാണാൻ പറ്റും. ആ ക്ലോയിൻ്റെ സ്ട്രക്ചർ നമുക്ക് അടുത്ത ഇമേജിൽ നോക്കാം. സോ നമ്മുടെ പെരിപാറ്റസിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ആൻറ്റീരിയർ ഹെഡ്. ആൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ ആ ഒരു പൊസിഷനെയാണ് ആൻറ്റീരിയർ സൈഡ് എന്ന് പറയുന്നത്. സോ ദ ആൻറ്റീരിയർ ഹെഡ് ഉണ്ട്. പോസ്റ്റീരിയർ ട്രങ്ക് റീജിയൻ ഉണ്ട്. ഹെഡ് എന്ന് പറയുന്നത് നോട്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ട്രങ്ക്, അതായത് ട്രങ്കിൽ നിന്നും ഒരു പ്രത്യേകം സെപ്പറേഷൻ ഈ ഒരു ഹെഡ് റീജിയനിൽ കാണുന്നില്ല. ഓക്കെ, സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 സെഗ്മെൻറ്റ്സ് ആൻഡ് ഇറ്റ് ക്യാരീസ് 3 പെയർ ഓഫ് അപ്പൻഡേജസ്. അപ്പം ഈ ഒരു ഹെഡ് റീജിയണിൽ 3 പെയർ ഓഫ് അപ്പൻഡേജസും 3 സെഗ്മെൻറ്റ്സും കാണപ്പെടുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ട്രങ്കിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 3 പെയർ ഓഫ് അപ്പൻഡേജസ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എ പെയർ ഓഫ് പ്രീ ആൻറ്റിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പേ ആ ഒരു ഇമേജ് കണ്ടതാണ് പ്രീ ആൻറ്റിനെ എന്ന് പറയുന്നത്. സോ പ്രീ ആൻറ്റിനെ സെൻസറി ഓർഗൻ ആയിരിക്കും. ഇറ്റ് പോസസ് ട്യൂബ്സ് ആൻഡ് എൻഡ് ഇൻ സ്പൈൻസ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അറ്റത്ത് എന്താണ്, ചെറിയ സ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചറാണ്. അതും ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻസ്. ഓക്കെ, സോ ഫുൾ സെൻസറി നേച്ചർ ആയിരിക്കും ഇതിൻ്റെ ശരീരം മൊത്തം. ദെൻ എ പെയർ ഓഫ് ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലൈസ് ഇൻസൈഡ് ദ മൗത്ത്. നമ്മളുടെ താടിയിൽ നിന്ന് നമ്മൾ പറയത്തില്ലേ, സോ ആ ഒരു ജോസ് ആയിരിക്കും കാണപ്പെടുന്നത്. സോ ഈ ജോസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ച്യൂ ദ ഫുഡ്, അല്ലെങ്കിൽ ഫുഡിനെ മാസ്റ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്ലൈം ഗ്ലാൻഡിൻ്റെ ഹെൽപ്പോട് കൂടി, ആ ഒരു പ്രോട്ടീനേഷ്യസ് സെക്രീഷൻ്റെ ഹെൽപ്പോട് കൂടി ഫുഡിനെ ച്യൂ ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ എ പെയർ ഓഫ് പാപ്പിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെൻസറി നേച്ചർ. ഓറൽ പാപ്പിലയാണ്. ഇറ്റ് ഈസ് ഷോർട്ട്, ഇറ്റ് ഈസ് സ്റ്റംപി, ഇറ്റ് പ്രൊഡ്യൂസ് പ്രോട്ടീനേഷ്യസ് സ്ലൈം. ആ സ്ലൈം ആയിരിക്കും എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ഫോർ ദ ഡൈജഷൻ. സോ നെക്സ്റ്റ് എ പെയർ ഓഫ് സിമ്പിൾ ഐസ് ആയിരിക്കും അവർക്കുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ പ്രീ ആൻറ്റിനെ, അതായത് പ്രീ ആൻറ്റിനയുടെ പുറകിൽ ലാറ്ററൽ സൈഡിലായിട്ടായിരിക്കും ഈ ഒരു ഐസ് കാണപ്പെടുന്നത്. സോ ദെൻ ദ മൗത്ത് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ വെൻട്രൽ സൈഡ് ആയിരിക്കും, അതായത് ഡോസലും വെൻട്രലും. ഡോസൽ അപ്പർ പൊസിഷൻ, വെൻട്രൽ ലോവർ പൊസിഷൻ, അതിനെയാണ് വെൻട്രൽ സൈഡ് എന്ന് പറയുന്നത്. സോ ആ വെൻട്രൽ സൈഡിലായിരിക്കും മൗത്ത് കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ബിയേഴ്സ് ലിപ്സിൽ എന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈറ്റിനസ് സ്പൈൻ, അതായത് കൈറ്റിൻ കൊണ്ടുള്ള ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചർ കാണും. ദെൻ അവരുടെ ട്രങ്കിലേക്ക് വരികയാണെങ്കിൽ ഔട്ടർ സർഫസ് ഓഫ് ട്രങ്ക് പോസസ് മെനി റിങ്കിൾസ് ഓർ ആനുലൈ. അവരുടെ ഔട്ടർ സർഫസിൽ ആനുലൈ പോലുള്ള ഒരു സ്ട്രക്ചർ കാണും, അല്ലെങ്കിൽ ചെറിയ ചെറിയ റിങ്കിൾസ് കാണും. ആ റിങ്കിൾസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, സെൻസറി ഇൻ നേച്ചർ. ആ ആനുലൈ ഇറ്റ് ഈസ് എ കോണിക്കൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും എൻഡ് ഇൻ കൈറ്റിനസ് സ്പൈൻ. ആ ആനുലൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിങ്കിൾസ് എന്ന് പറയുന്നത് ഒരു കോൺ ലൈക്ക് സ്ട്രക്ചറാണ്. ആ കോൺ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും എന്തായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, സെൻസറി ഇൻ നേച്ചറിൽ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ട്രങ്കിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഏകദേശം 14 തൊട്ട് 43, ഡിപ്പെൻഡ് ഓൺ ദ ഇൻഡിവിജ്വൽ സ്പീഷീസ്. 14 തൊട്ട് 43 നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് ഈ ഒരു പെരിപാറ്റസിന് കാണപ്പെടുന്നുണ്ട്. ലെഗ്സ് എന്ന് പറയുന്നത് ഹോളോ ഔട്ട് ഗ്രോത്ത് ആയിരിക്കും. അതായത് ഹോളോ ഔട്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ നിന്നും ചെറുതായിട്ടൊരു പ്രൊജക്ഷൻ വരികയാണെങ്കിൽ അതിനെയാണ് ഹോളോ ഔട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് എന്താണ് അകത്ത് സ്കെലിറ്റൽ സിസ്റ്റമോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സംഭവം. സോ ദ പ്രോക്സിമൽ ലെഗ്, ദർ ഇസ് എ പ്രോപ്പർ പ്രോക്സിമൽ ലെഗ് ആൻഡ് ഡിസ്റ്റൽ ഫുട്ട്. അപ്പോൾ അത് നമുക്ക് ഇമേജിനകത്തിൽ ക്ലിയർ ആയിട്ട് കാണിക്കാം. സോ ദർ ഇസ് എ പ്രോപ്പർ ആൻഡ് ഡിസ്റ്റൽ ഫുട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ആർത്രോപോഡിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പൻഡേജസ് പഠിക്കുമ്പോൾ പ്രോക്സിമൽ എൻഡും ഡിസ്റ്റൽ എൻഡും നമ്മൾ
പഠിച്ചിരുന്നു. ആ പ്രോക്സിമൽ എൻഡ് എന്ന് പറയുന്നത് ആ ബോഡിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനെ ആയിരിക്കും പ്രോക്സിമൽ എൻഡ് എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ഫൈനലി കാണപ്പെടുന്ന, അതായത് ഏറ്റവും അറ്റത്ത് കാണപ്പെടുന്ന ആ ഒരു അപ്പൻഡേജിൻ്റെ പോർഷനെയാണ് നമ്മൾ ഡിസ്റ്റൽ എൻഡ് എന്നും പറയുന്നത്. സോ ഇവിടെയും എന്താണ്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് പ്രോക്സിമൽ എൻഡ് ഉണ്ട്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഡിസ്റ്റൽ എൻഡും കാണും. സോ ഡിസ്റ്റൽ എൻഡിനെയാണ് ഫൂട്ട് എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൽ എൻഡിൻ്റെ അവിടെ എന്ത് കാണപ്പെടുന്നുണ്ട്, ദർ ഈസ് എ ക്ലോ കാണപ്പെടുന്നുണ്ട്. ഒരു ക്ലോ, ചെറിയൊരു ക്ലോ, കൈറ്റിനസ് മെറ്റീരിയലും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ലോ. ക്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഹുക്കിൻ്റെ ആ ഒരു സ്ട്രക്ചർ പോലിരിക്കും ഈ ഒരു ക്ലോ എന്ന് പറയുന്നത്. സോ ദ ലെഗ് ബിയേഴ്സ് റിങ്സ് ഓഫ് ട്യൂബർക്കിൾസ് ആൻഡ് എൻഡ് ഇൻ പെയർ ഓഫ് ക്ലോസ്. അപ്പോൾ ഈ ലെഗിൽ എന്താണ്, ദർ ഈസ് എ റിങ്സ് ഓഫ് ട്യൂബർക്കിൾസ്, അതായത് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ട്യൂബർക്കിൾസ് കാണും. ട്യൂബർക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് സ്ട്രക്ചറിലുള്ള അറ്റാച്ച് ചെയ്തിരിക്കാൻ പറ്റുന്ന ആ ഒരു ഓർഗനെയാണ് ട്യൂബർക്കിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ദ എക്സ്ക്രീറ്ററി പോർ ഈസ് പ്രസൻറ്റ് ഇൻ ദ വെൻട്രൽ സൈഡ് ഓഫ് ദ ലെഗ്സ്. ലെഗ്സിൻ്റെ വെൻട്രൽ സൈഡിലായിരിക്കും ഈ ഒരു എക്സ്ക്രീറ്ററി പോർ കാണപ്പെടുന്നത്. അതും ആ ഒരു ഇമേജിനകത്തിൽ കാണിക്കാം. സോ നെക്സ്റ്റ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡോസൽ ഹാർട്ട് കാണും. അതിൽ നിന്നായിരിക്കും അത് എന്താണ് ത്രൂ ഔട്ട് ദ ബോഡിയിലേക്ക് റൺ ചെയ്യുന്നത്. പെരികാർഡിയൽ സൈനസ് കാണും. ആ പെരികാർഡിയൽ സൈനസും എന്താണ് പെരിവിസറൽ സൈനസും ഉണ്ട് നമ്മുടെ ഒരു ശീലത്തിൽ. പെരികാർഡിയൽ സൈനസിലായിരിക്കും ഈ ഒരു ഹാർട്ട് കാണപ്പെടുക. ദെൻ റെസ്പിറേറ്ററി സിസ്റ്റം, ദേ കൺസിസ്റ്റ് ഓഫ് ഡെലിക്കേറ്റ് അൺബ്രാഞ്ച്ഡ് ട്രക്കിയൽ ട്യൂബ്സ്. ട്രക്കിയ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഫൈലം ഒണൈക്കോഫോറൻസിൻ്റെ ആ ഒരു എന്താണ് റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അൺബ്രാഞ്ച്ഡ് ആയിരിക്കും, ഡെലിക്കേറ്റ് ആയിരിക്കും, വളരെ എന്താണ് തിക്നെസ് ഇല്ലാത്ത ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഈസിലി ഡിസ്ട്രോയബിൾ ആയിട്ടുള്ള ആ ഒരു ഓർഗൻ ആയിരിക്കും ട്രക്കിയ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓപ്പൺ ഔട്ട്സൈഡ് ടു ദ സ്റ്റിഗ്മേറ്റ. നമ്മളുടെ നോസ് എന്ന് പറയുന്ന പോലെ സ്റ്റിഗ്മേറ്റ വഴിയായിരിക്കും ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ഓപ്പൺ ചെയ്യുന്നത് ടു ഔട്ട്സൈഡ് ദ ബോഡി. സോ ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാൻ പറ്റും. സി ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ജെനൈറ്റൽ ഓപ്പണിംഗ് കാണാൻ പറ്റും. ജെനൈറ്റൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ വെൻട്രൽ സൈഡിലായിരിക്കും. വെൻട്രൽ സൈഡ് ഇൻ ദ സെൻസ് താഴത്തെ സൈഡ്. സോ പുറമേ നമ്മൾ കാണുന്നതിനെയാണ് ഡോസൽ സൈഡ് എന്ന് പറയുന്നത്. സോ ആ സിയിൽ തന്നെ നമുക്ക് ആ ലെഗ് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ആ ലെഗ് കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് ബിയിലെ ഇമേജ്. ആ ബി ഇമേജ് നോക്കിക്കുക, അതിനകത്തുള്ള റൗണ്ട് സ്ട്രക്ചർ നിങ്ങൾ കണ്ടില്ലേ, അതിനെയാണ് ട്യൂബർക്കിൾ എന്ന് പറയുന്നത്. സോ അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിൻ്റെ പ്രോക്സിമൽ റീജിയനാണ്, ആ ലോബോപോഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലെഗിൻ്റെ പ്രോക്സിമൽ റീജിയനാണ്. ദെൻ അതിൻ്റെ ഡിസ്റ്റൽ റീജിയനാണ് ആ ഫൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എൻഡ്, അതിനെയാണ് ഫൂട്ട് എന്ന് പറയുന്നത്. സോ ആ ഫൂട്ടിൽ നിന്നും ക്ലോസ് എറൈസ് ചെയ്തിരിക്കുന്നുണ്ട്. സോ ആ ക്ലോസ് എന്ന് പറയുന്നത് ആ ഒരു കൈറ്റിനസ് സബ്സ്റ്റൻസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻറ്റിന, അത് അൺസെഗ്മെൻറ്റഡ് ആയിരിക്കും. ആൻറ്റിനയിൽ ചെറിയ ചെറിയ സ്പൈൻ പോലുള്ള സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ബ്രിസിൽസ് പോലുള്ള സബ്സ്റ്റൻസസ്, അതായത് ബ്രഷിൻ്റെ ഹെയർ പോലുള്ള സബ്സ്റ്റൻസ് കാണപ്പെടുന്നുണ്ട്. ദെൻ ഓറൽ പാപ്പിലേക്കകത്തിൽ നിന്നായിരിക്കും ആ ഒരു സ്ലൈം ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ലെഗ്സ് സ്റ്റൗട്ട് ആയിരിക്കും. സ്റ്റൗട്ട് കോണിക്കൽ ഷേപ്പിലുള്ള ലെഗ്സ് ആയിരിക്കും. സോ ദ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് പെയർ ഓഫ് ഓവൽ ഗാംഗ്ലിയ. നമുക്കറിയാം പിനേസിൻ്റെ നെർവസ് സിസ്റ്റം നമ്മൾ പഠിച്ചായിരുന്നു. അതിൽ നെർവസ് സിസ്റ്റത്തിൽ ഗാംഗ്ലിയ കാണും. ഗാംഗ്ലിയയിൽ നിന്നായിരിക്കും നെർവ് കൂടെ എറൈസ് ചെയ്യുന്നു. കുറേ പോയി കഴിയുമ്പോൾ വീണ്ടും അനദർ ഗാംഗ്ലിയോൺ കാണും. അതിൽ നിന്ന് നമുക്ക് സർട്ടൈൻ ഒരു ബ്രാഞ്ചസ്, സീലിയ പോലുള്ള ബ്രാഞ്ചസ് കാണാൻ പറ്റും ആ ഒരു ഗാംഗ്ലിയോണിൽ നിന്ന്. അതേപോലെ തന്നെയാണ് നെർവസ് സിസ്റ്റം ഇവിടെയും ഗാംഗ്ലിയ കാണും. അതിൽ നിന്ന് 2 നെർവ് കൂടെ എറൈസ് ചെയ്യും. സോ ദ ഗോണോകോറിക് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത് സീലിയേറ്റഡ് ആണ്. സോ ഈ ഒരു ഫൈലം ഒണൈക്കോഫോറിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത് ദേ ആർ സീലിയേറ്റഡ്. ആൻഡ് ദ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വിത്തൗട്ട് ദ ലാർവൽ സ്റ്റേജ്, അതായത് ആ ഒരു നമ്മളിപ്പോൾ ബട്ടർഫ്ലൈയുടെ പോലെയുള്ള ആ ഒരു ഡൈമോഫിസം കാണിക്കാതെ തന്നെ ആയിരിക്കും. ഇവിടെ ലാർവൽ സ്റ്റേജ് ഇല്ലാതെ ആയിരിക്കും, അതായത് ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. സോ ദർ ഈസ് നോ ഡിസ്റ്റിങ്ക്റ്റ് ലാർവൽ സ്റ്റേജ് ഫൈലം ഒണൈക്കോഫോറൻസിൻ്റെ. സോ ഇതാണ് നമ്മളുടെ ഫൈലം ഒണൈക്കോഫോറൻസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഫൈലം ഒണൈക്കോഫോറൻസിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് നമ്മൾ നോക്കി, പെരിപാറ്റൽസിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കി, ആ ഓർഗാൻസ് ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഫൈലോജനി എന്ന് പറയുന്നത് എങ്ങനെ അത് ഇതിൻ്റെ മുന്നിലത്തെ തലമുറ, അതായത് ആൻസെസ്ട്രൽ ജനറേഷനിൽ നിന്നും എങ്ങനെ ഇത് ഇവോൾവ് ചെയ്ത് വന്നു എന്നതിനെ പറ്റിയുള്ള സ്റ്റഡിയെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഫൈലോജനി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫൈലോജനി എങ്ങനെയാണ് ഈ ഒരു പെരിപാറ്റസ് അല്ലെങ്കിൽ ഫൈലം ഒണൈക്കോഫോറൻസ് എങ്ങനെ ഇവോൾവ് ചെയ്തു, അല്ലെങ്കിൽ മറ്റ് ഫൈലവുമായിട്ട് ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു എവല്യൂഷണറി സിഗ്നിഫിക്കൻസിൽ അല്ലെങ്കിൽ ഫൈലോജനറ്റിക് അനാലിസിസിൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഈ ഒരു ഫൈലം
ഒണൈക്കോഫോറൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് അഫിനിറ്റീസ് വിത്ത് ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡയുമായിട്ടും ഫൈലം അനലിഡയുമായിട്ടും ഇവർക്ക് അഫിനിറ്റീസ് ഉണ്ട്. ഈ ഫൈലം ആർത്രോപോഡയുമായിട്ടുള്ള അഫിനിറ്റീസിൽ കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ്, അതായത് ഫൈലം ഒണൈക്കോഫോറനും ഫൈലം ആർത്രോപോഡയും തമ്മിലുള്ള കോമൺ ക്യാരക്ടേഴ്സ്, ദെൻ ഫൈലം അനലിഡയും ഫൈലം ഒണൈക്കോഫോറൻസും തമ്മിലുള്ള കോമൺ ക്യാരക്ടേഴ്സാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഫൈലം ആർത്രോപോഡയും ഫൈലം ഒണൈക്കോഫോറൻസും ഫൈലം അനലിഡയും 3 ഫൈലവും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ദ ഫൈലം ആർത്രോപോഡയുമായിട്ടുള്ള അഫിനിറ്റീസ്, ആൻറ്റിനെ ആർ പ്രസൻറ്റ്. ആൻറ്റിനെ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ഫൈലം ഒണൈക്കോഫോറൻസിൽ ആൻറ്റിനയുണ്ട്, ആർത്രോപോഡ്സിലും ആൻറ്റിനയുണ്ട്. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഔട്ടർ ലെയറാണ്. ആർത്രോപോഡ്സിന് തിക്കായിട്ടുള്ള ക്രസ്റ്റേഷ്യൻ ഷെൽസ് കാണും, അല്ലെങ്കിൽ എക്സോസ്കെലട്ടൺ കാണും. ഇവിടെ കുറച്ച് തിന്നായിട്ടുള്ള ക്യൂട്ടിക്കിളായിരിക്കും കാണപ്പെടുന്നത്. ദെൻ ഇൻറ്റേർണൽ സെഗ്മെൻറ്റൽ സെപ്റ്റ ആർ ആബ്സെൻറ്റ്, അതായത് ഇൻറ്റേർണലി ദ ബോഡി ഈസ് നോട്ട് സെഗ്മെൻറ്റഡ്. അകത്ത് ബോഡി സെഗ്മെൻറ്റഡ് അല്ല, ഡിഫറൻറ്റ് സീലം കാണും. വെളിയിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സെഗ്മെൻറ്റേഷൻ. അതും ഈ ഒരു ഫൈലം ഒണൈക്കോഫോറൻസിൽ ട്രൂ സെഗ്മെൻറ്റേഷൻ അല്ല കാണപ്പെടുന്നത്. സോ നമുക്ക് എക്സ്റ്റേണലി അത്ര സെഗ്മെൻറ്റഡ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ കൈറ്റിനസ് ജോ, അതായത് മാൻഡിബിൾസ് കാണും ഫീഡിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാസ്റ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സലൈവറി ഗ്ലാൻഡ് പ്രസൻറ്റ്. ഫൈലം ഒണൈക്കോഫോറൻസിൽ ഓറൽ പാപ്പില്ലയിൽ സ്ലൈം ഗ്ലാൻഡ് കാണപ്പെടും. സോ അതൊരു കോമൺ ക്യാരക്ടറാണ്. ദ പെരി വിസറൽ സീലം ഈസ് ആബ്സെൻറ്റ്, അതായത് വിസറൽ സീലം എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. വിസലം റെഡ്യൂസ്ഡ് ആണ്, അതായത് 2 പെരികാർഡിയൽ സൈനസും പെരി വിസറൽ സൈനസുമായിട്ട് സീലം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിരിക്കും നമ്മളുടെ സർക്കുലേറ്ററി സിസ്റ്റവും ദെൻ എന്താണ് വിസറൽ മറ്റ് അബ്ഡോമൻ ഡൈജസ്റ്റീവ് സിസ്റ്റവും റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഒക്കെ കാണപ്പെടുന്നത്. സോ അതും ഒരു കോമൺ ക്യാരക്ടറാണ്. ദെൻ ഹേർട്ട് ഈസ് ഡോസൽ ആൻഡ് ട്യൂബുലർ. ഹേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡോസൽ സൈഡിലായിരിക്കും കാണപ്പെടുന്നത്. സോ രണ്ടായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സീലം 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോസൽ പെരികാർഡിയൽ സൈനസും വെൻട്രൽ പെരി വിസറൽ സൈനസും. അതിൽ ഡോസൽ സൈഡിലായിരിക്കും നമ്മുടെ ഹാർട്ട് കാണപ്പെടുന്നത്. ദെൻ ഇറ്റ് ബിയേഴ്സ് എ പെയർ ഓഫ് ഓസ്റ്റിയ. ഓസ്റ്റിയ എന്ന് പറയുന്നത് ഓരോ സെഗ്മെൻറ്റിൽ നിന്നുള്ള ആ ഒരു ഓപ്പണിംഗ് ടു ദ ഈച്ച് സെഗ്മെൻറ്റ്, അതിനെയാണ് ഓസ്റ്റിയ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ഹാർട്ട് അത് നമ്മളിപ്പോൾ പറഞ്ഞ പോയിൻ്റാണ്. ദെൻ ഈച്ച് ട്രങ്ക് അപ്പൻഡേജസ് ക്യാരീസ് എ പെയർ ഓഫ് ക്ലോസ്, അതായത് ട്രങ്കിലുള്ള അപ്പൻഡേജസിന് പറയുന്ന പേരാണ് ലോബോപോഡ് എന്ന് പറയുന്നത്. ആ ലോബോപോഡിൽ എന്തുണ്ട്? ക്ലോസ് ഉണ്ട്. ക്ലോസ് നമ്മൾ ആ ഒരു ഇമേജിനകത്തിൽ ഇമേജിനകത്തിൽ ഞാനത് ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ആ ഒരു ക്ലോസ് നമുക്ക് കാണാൻ പറ്റും. ഒരു ഹുക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. ആ ക്ലോസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Then the basal vesicle present in the leg of some species resemble coxal gland of Myriapods arthropods. അതായത് അതിൻ്റെ ലെഗിൻ്റെ ബേസൽ പോർഷനിൽ കുറച്ച് ട്യൂബർക്യൂൾ പോലുള്ള ചെറിയ ഓവൽ ഷേപ്പിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതും ഈ ഒരു ആർത്രോപോഡ്സിൽ സിമിലർലി കാണപ്പെടുന്ന ആ ഒരു സ്ട്രക്ചറാണ്. ദെൻ ട്രക്കിയ എന്ന് പറയുന്നത് കാണപ്പെടുന്നുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റമാണ് ട്രക്കിയ എന്ന് പറയുന്നത്. ട്യൂബുകളായിരിക്കും. ആർത്രോപോഡിലും അങ്ങനെ തന്നെ ആയിരിക്കും. ദെൻ നെർവസ് സിസ്റ്റത്തിൽ എന്തുണ്ട്? ബൈലോബ്ഡ് ബ്രെയിൻ ആയിരിക്കും. അതായത് നമുക്ക് ആ പിനേസിൻ്റെ ആ ഒരു ബ്രെയിൻ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാംഗ്ലിയോണിൽ നിന്നും 2 ലോബ് എറൈസ് ചെയ്തിട്ടായിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി അത് റൺ ചെയ്യുന്നത്. സോ അതിൽ കമ്മീഷേഴ്സ് കാണും. ഓരോ ഗാംഗ്ലിയോണ് ചുറ്റി ചെറിയ ചെറിയ ബ്രാഞ്ചസ് കാണും. സോ ലോങ് ആയിരിക്കും, ലോഞ്ചിറ്റ്യൂഡിനൽ നെർവ് ആയിരിക്കും. സോ ആ ഒരു നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് റിസംബിൾസ് 2 ഫൈലത്തിനും ഏകദേശം സിമിലർ ക്യാരക്ടർ ആയിരിക്കും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കാണും ആ ഒരു സിസ്റ്റത്തിൽ, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് കാണും, ദെൻ റീപ്രൊഡക്റ്റീവ് ഓപ്പണിംഗ് കാണും. സോ ഞാൻ ആ ഒരു ഇമേജിനകത്തിൽ റീപ്രൊഡക്റ്റീവ് ഓപ്പണിംഗ് എവിടെയാണെന്ന് കാണിച്ചു തന്നിരുന്നു. ആ ഒരു ലോബോപോഡിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ലാറ്ററൽ സൈഡിലാണ് ആ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ കാണപ്പെടുന്നത്. സോ നെക്സ്റ്റ് സൈഗോട്ട് എന്ന് പറയുന്നത് സ്പൈറൽ ക്ലീവേജ് ആണ്. സൈഗോട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അതായത് ഗാമീറ്റ് രണ്ടും ഫ്യൂസ് ചെയ്തായിരിക്കും ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അത് എംബ്രിയോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ 3rd ഇയറിൽ നിങ്ങളത് ഡിസ്കസ് ചെയ്യും. സോ ആ ഒരു എഗ് എന്ന് പറയുന്നത് ഇറ്റ് അണ്ടർഗോ വേരിയസ് ഡിവിഷൻസ്, അതായത് ഡിവൈഡ് ചെയ്യും ആ ഒരു സെല്ല്. സൈഗോട്ട് എന്ന് പറയുന്നത് 2 സെല്ലാവും, 4 ആവും, 8 ആവും, 16 ആവും, അങ്ങനെ ഒരു ഗ്യാസ്ട്രുല ബ്ലാസ്റ്റുല ഒക്കെ ഫോം ചെയ്യും. അതിന് ഒരു പ്രത്യേകം ടൈപ്സ് ഉണ്ട് ആ ഒരു സെൽ ഡിവിഷൻ. അതിനെയാണ് നമ്മൾ ക്ലീവേജ് എന്ന് പറയുന്നത്. സോ അതിൽ ഇറ്റ് ഈസ് എ സ്പൈറൽ ക്ലീവേജ്, വിച്ച് മീൻസ് സ്പൈറലി ആയിരിക്കും ആ ഒരു ക്ലീവേജ് അല്ലെങ്കിൽ ആ ഒരു സൈഗോട്ടിൻ്റെ ഡിവിഷൻ നടക്കുന്നത്. സോ അത് ആർത്രോപോഡ്സിലും നമ്മുടെ ഈ ഒരു ഫൈലം ഒണൈക്കോഫോറൻസിനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അനിലിഡ എന്ന് പറയുന്ന ഫൈലവുമായിട്ട് എങ്ങനെ ഒരു അഫിനിറ്റി കാണും എന്നുള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത്. സോ ദ അഫിനിറ്റി വിത്ത് അനലിഡയുമായിട്ട് എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബോഡി ഈസ് വോം ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും ഈ 2 ഫൈലത്തിലുള്ള സ്പീഷീസിനും. ദെൻ ക്യൂട്ടിക്കിൾ കാണും, ഔട്ടർ തിൻ ലെയർ കാണും,
ദെൻ സ്ക്ലിയറൈസ്ഡ് പ്ലേറ്റ്സ്, നമ്മുടെ ഈ ഒരു ഫൈലം ഒണൈക്കോഫോറൻസിലും ഒരു ചെറിയ പ്ലേറ്റ് പോലുള്ള, അതായത് സ്കെയിൽസ് പോലുള്ള സ്ട്രക്ചർ കാണും. ദെൻ ബോഡി വാൾ സോഫ്റ്റ് ആണ്, എപ്പിഡെർമസിന് സിംഗിൾ ലെയർ ആയിരിക്കും. ദെൻ സിമ്പിൾ ഐസ്, രണ്ട് ഫൈലത്തിലും സിമ്പിൾ ഐസ് ആയിരിക്കും കാണപ്പെടുക. ദെൻ ഈച്ച് ട്രങ്ക് സെഗ്മെൻറ്റ് ബിയേഴ്സ് എ പെയർ ഓഫ് കോണിക്കൽ ഫ്ലഷി അൺസെഗ്മെൻറ്റഡ് ലെഗ്, അതായത് അതിൻ്റെ ലോബോപോഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് കോണിക്കൽ ഷേപ്പിലാണ്, ഫ്ലഷിയാണ്, അൺസെഗ്മെൻറ്റഡ് ആണ്. സെഗ്മെൻറ്റഡ് അല്ല, നമുക്ക് ആ ഒരു ഇമേജിൽ നിന്ന് തന്നെ അറിയാം. മാത്രമല്ല അതിൽ നിന്നും ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ട്, ആ ഔട്ട് ഗ്രോത്തിനെയാണ് ക്ലോ എന്ന് പറയുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് ഹെഡ് ഈസ് ആബ്സെൻറ്റ്, ഫൈലം അനലിഡയിൽ വരുന്ന സ്പീഷീസിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എർത്ത്വോമിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു എർത്ത്വോമിൽ എന്തില്ല, ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഓഫ് ഹെഡ് ഇല്ല. ഓക്കെ, ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നും സെപ്പറേറ്റഡ് അല്ല, അതായത് ഹെഡും ട്രങ്കും ഒരേപോലെയാണ് പോകുന്നത്. സോ ഇവിടെയും അത് തന്നെയാണ്, ഒരു പെർട്ടിക്കുലർ ട്രങ്ക് നമുക്ക്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹെഡ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് അല്ല, ഓക്കെ, സെപ്പറേറ്റഡ് അല്ല. ദെൻ ആൻറ്റിന കാണും, ആനുലേറ്റഡ് ആയിരിക്കും, അൺസെഗ്മെൻറ്റഡ് ആയിരിക്കും. ആനുലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെൻസറി ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ദർ ആർ ചെറിയ സ്പൈൻസ് കാണും. ദെൻ അൺസെഗ്മെൻറ്റഡ് ആയിരിക്കും. നെഫ്രിഡിയ ആയിരിക്കും അതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത്. ദെൻ ദ സീലിയ ഈസ് സീലിയേറ്റഡ് റീപ്രൊഡക്റ്റീവ് ഡക്റ്റ് ആർ പ്രസൻറ്റ്, അതായത് റീപ്രൊഡക്റ്റീവ് ഡക്റ്റിൽ സീലിയേറ്റഡ് ആയിരിക്കും, അതായത് ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആ ഒരു റീപ്രൊഡക്റ്റീവ് ഡക്റ്റിൽ കാണും. അതായത് ഈസി ആയിട്ട് ആ ഒരു ഗമേറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു സീലിയ കാണപ്പെടുന്നത്. സോ ഇതാണ് നമ്മുടെ ആ ഒരു കോമൺ ഷെയറിംഗ് ബിറ്റ്വീൻ ഫൈലം അനലിഡ ആൻഡ് ഫൈലം ഒണൈക്കോഫോറ. അപ്പോൾ ഫൈലം അനലിഡയും ഫൈലം ഒണൈക്കോഫോറയും തമ്മിലുള്ള ആ ഒരു കോമൺ ഷെയറിംഗ് ക്യാരക്ടേഴ്സും നമ്മൾ നോക്കി. ഫൈലം ആർത്രോപോഡ്സും ഫൈലം ഒണൈക്കോഫോറൻസും തമ്മിലുള്ള ഒരു കോമൺ ഷെയറിംഗ് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ ക്യാരക്ടേഴ്സ് ഷെയർഡ് വിത്ത് ഫൈലം അനലിഡ ആൻഡ് ആർത്രോപോഡ ബൈ ഫൈലം ഒണൈക്കോഫോറൻസ്. അതായത് ഫൈലം ഒണൈക്കോഫോറൻസും ആർത്രോപോഡയും അനലിഡയും മൂന്ന് ഫൈലത്തിൽ വരുന്ന സ്പീഷീസും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ ദ സെഗ്മെൻറ്റേഷൻ ഓഫ് ദ ബോഡി, 3 ഫൈലത്തിൽ വരുന്ന ഓർഗാനിസമും ബോഡി സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൻഡേജസ് എന്ന് പറയുന്നത് പെയർഡ് അപ്പൻഡേജസ് ആണ്, സെഗ്മെൻ്റലി അറേഞ്ച്ഡ് ആയിട്ടുള്ള അപ്പൻഡേജസ് ആയിരിക്കും. മെറ്റാനെഫ്രിഡിയ, അതായത് അതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആയിരിക്കും മെറ്റാനെഫ്രിഡിയ എന്ന് പറയുന്നത്, അതും സെഗ്മെൻ്റലി അറേഞ്ച്ഡ് ആയിരിക്കും. ദെൻ നെർവ് സിസ്റ്റം ഈസ് ലാഡർ ലൈക്ക് ഇൻ ദ സെൻസ് അതിൽ നിന്നും നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ ഗാംഗ്ലിയോണിൽ നിന്നായിരിക്കും ഈ ഒരു ബ്രാഞ്ചഡ് ആയിട്ടുള്ള നെർവൽ കോഡ് എറൈസ് ചെയ്യുന്നത്. ദെൻ എഗെയിൻ ഈച്ച് ഗാംഗ്ലിയോൺ കാണും, അതുകൊണ്ടായിരിക്കും അത് ബ്രാഞ്ചഡ് എന്ന് നമ്മൾ പറയുന്നത്. സോ അപ്പം ഈ ഒരു ലീനിയേജ് അല്ലെങ്കിൽ ആൻസെസ്ട്രൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കൺക്ലൂഷനിൽ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി, അതായത് നമ്മുടെ ഫൈലം ഒണൈക്കോഫോറൻസ് എന്ന് പറഞ്ഞത് കുഡ് ബി ആൻ ഇൻ്റർമീഡിയറ്റ് ഓഫ് അനലിഡ് ആൻഡ് ആർത്രോപോഡ്സ്. അനലിഡിൻ്റെയും ആർത്രോപോഡ്സിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ആയിരിക്കാം ഫൈലം ഒണൈക്കോഫോറൻസ് എന്നാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മുടെ ഫൈലം ഒണൈക്കോഫോറയുടെ ജനറൽ ക്യാരക്ടേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് പെരിപാറ്റസ്. ദെൻ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ്, അതായത് മറ്റ് ഫൈലവുമായിട്ട് എങ്ങനെ ഈ ഒരു പെരിപാറ്റസ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നതാണ് നമ്മളുടെ ഈ ഒരു ഫൈലം ഒണൈക്കോഫോറ എന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.